ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത്, അങ്ങനെ ബാലന് ആകെ ടെൻഷൻ ആവാണ്. ബാലൻ നമ്മുടെ മീനാക്ഷിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും പേനയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. മീനാക്ഷിയുടെ വിചാരം അച്ഛന് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ടിട്ട് അച്ഛൻ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. അതേസമയം ദേവിയാണെങ്കിലും മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട പായസമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്. അതും നമ്മുടെ മീനാക്ഷിയുടെ വിചാരം ഇവർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഞാനൊന്ന് വിഷമിച്ചിരുന്നപ്പോഴേക്കും എന്റെ വിഷമം മാറ്റാൻ വേണ്ടി എന്തൊക്കെയാ ഇവര് ചെയ്യുന്നത് എന്നൊക്കെയാട്ടോ മീനാക്ഷി വിചാരിക്കുന്നത്. അങ്ങനെ കടയിലിരിക്കുന്ന ബാലനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കസ്റ്റമർക്ക് സംസാരിക്കാൻ പോലും ബാലൻ നിൽക്കുന്നില്ല, കാരണം ബാലൻ വേറെ ഏതോ ലോകത്താണ് കേട്ടോ. അപ്പൊ നമ്മുടെ ധർമ്മം ചോദിക്കുന്നുണ്ട്, എന്താളിയ ആകെ ഒരു പ്രശ്നം പോലെ, എന്തിന്റെ സാമ്പത്തിക പ്രശ്നമാണോ അത് ചരക്കെന്തിനു വരാത്തതിന്റെ പ്രശ്നമാണോ ചോദിക്കുമ്പോ, അതൊന്നും അല്ലട, ഞാൻ ഒരു ആലോചിച്ചിരുന്നു പോയതാണ്. അതിനുശേഷം ബാലൻ ചോദിക്കേണ്ടല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥത്തിലെ അവിടുത്തെ ഓഫീസിലെ എന്തെങ്കിലും ഫയലോ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും തെറ്റ് ചെയ്തതിന് എന്തായിരിക്കും ശിക്ഷ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ധർമ്മം പറയുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതിന് അവരെ സസ്പെൻഡ് ചെയ്ത് വിടുക, അതാണ് പതിവ്, അല്ലാതെ അവർക്ക് വേറെ വാണിംഗും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അയ്യോ, സസ്പെൻഡ് ചെയ്യോ? അതെ, എന്താ പ്രശ്നം ചോദിക്കുമ്പോ, അല്ല മീനാക്ഷിയുടെ ഒരു പേപ്പർ കാണാനില്ലെന്ന് പറഞ്ഞില്ല, നിയമസഭയിൽ ഹാജരാക്കേണ്ടുന്ന പേപ്പർ, ആ പേപ്പർ മുഖ്യമന്ത്രി സൈനിട്ട പേപ്പർ, ആ പേപ്പർ ഇതുവരെ കിട്ടിയില്ലല്ലോ. മീനാക്ഷിക്ക് എന്തിനും പ്രശ്നമാവോ എന്നൊരു ടെൻഷൻ. അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അളിയ, ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പറയാതിരുന്നത് ആർക്കും ടെൻഷൻ ആവേണ്ട വെച്ചിട്ടാണ്. അങ്ങനത്തെ പേപ്പേഴ്സ് ഒക്കെ കാണാതായി കഴിഞ്ഞാൽ പൊതുവെ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ ബാലൻ ടെൻഷൻ ആവാണ്. ബാലൻ പറയേണ്ടത്, ധർമ്മ നീ കടയൊക്കെ നോക്ക്, എനിക്ക് വീട്ടിലൊക്കെ ഒന്ന് പോണം എന്ന് പറയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകണം, കാരണം ആകെ ഒരു പേടിയാണ്. മീനാക്ഷി ഇനിയിപ്പോ ജോലി പോയി കഴിയുമ്പോഴേക്കും ആ വിഷമത്തിൽ മീനാക്ഷി എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു പേടിയാട്ടെ ബാലന. അങ്ങനെ മീനാക്ഷി അടുത്ത് നമ്മുടെ വീണ ചേച്ചി പറയുന്നുണ്ട്, മീനാക്ഷി സസ്പെൻഡ് തരാനാണ് മുകളിലുള്ളവർ പറഞ്ഞേക്കണെന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി ആകെ വിഷമിച്ചിരിക്കുകയാണ്. മീനാക്ഷി ബാഗ് എടുത്ത് അപ്പൊ തന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ. വരുന്ന വഴിയൊക്കെ കരഞ്ഞാണ് പോകുന്നത്. അങ്ങനെ മീനാക്ഷി വീട്ടിലെത്തുമ്പോഴേക്കും ബാലൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മുമ്പറ തന്നെ നിൽക്കട്ടോ മീനാക്ഷി നോക്കിയിട്ട്, മീനാക്ഷി മോൾ തിരിച്ചിങ്ങോട്ട് വരോ, അതെന്തെങ്കിലും സംഭവിച്ചു എവിടെയെങ്കിലും കുഴഞ്ഞു വീണിട്ടുണ്ടാവോ, അല്ലെങ്കിൽ തലകറങ്ങി വീണിട്ടുണ്ടാവോ, അതോ എന്തെങ്കിലും പേടി കാണും, എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാകോ എന്ന് പോലും ബാലൻ തെറ്റിദ്ധരിക്കുകയാണ്. മീനാക്ഷി നല്ല ധൈര്യവതിയാണ്, അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈശ്വര, എന്റെ ആ അശ്രദ്ധ മൂലം എന്തൊക്കെ തെറ്റാ സംഭവിച്ചത്, എല്ലാത്തിനും കാണാൻ ആ ദേവി മോളാ, അവൾ ആ പേപ്പർ ശരിക്കും വായിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒപ്പ് പോലും കണ്ടാ തിരിച്ചറിയാൻ കഴിയാത്ത അവൾ എന്ത് പറയാനാണ്, ഇവൾക്ക് ഏത് MA കാരിയാണെന്നൊന്ന് അറിയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗോമതി പറയുന്നുണ്ട്, ഗോമതി എന്താ പറയട്ടെ, അല്ല മീനാക്ഷി മോൾ ഇതുവരെ വന്നില്ലല്ലോ, അതിനവൾ ഓഫീസിലേക്ക് പോയിരിക്കല്ലേ? അതെ, പക്ഷെ ചില സമയത്ത് ഈ സമയത്ത് വരാറുണ്ടല്ലോ. എന്റെ ബാലേട്ടാ അവള് വരും, അല്ല ബാലേട്ടൻ എന്താ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുമ്പോ, എനിക്കൊന്നുമില്ല, എന്റെ മക്കളിൽ ആരെങ്കിലൊക്കെ ഒരാൾ ഓഫീസിൽ തെറ്റ് ചെയ്താൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഇരിക്കില്ലല്ലോ, എന്തോ ഒരു ടെൻഷൻ പോലെ. ബാലേട്ടനും ടെൻഷൻ എനിക്ക് മനസ്സിലായി, മീനാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ച അവൾ എന്തെങ്കിലുമൊക്കെ കടങ്കൈ ചെയ്യുന്നുള്ള പേടിയാണോ? ബാലട്ടൻ മീനാക്ഷി കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. പക്ഷെ മിത്രയാണ് ഈ സ്ഥാനത്തെങ്കിൽ ബാലട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ മീനാക്ഷി അങ്ങനെയല്ല, നല്ല സ്ട്രോങ് ആണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം. ബാലൊരു സമാധാനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ആ സമയത്താണ് ആനന്ദ് നമ്മുടെ ഹണിമൂണിന്റെ കാര്യമായിട്ട് വരുന്നത്. അച്ഛാ, ദേവിക്കൊരു ആഗ്രഹമുണ്ട് ഹണിമൂണിനെ പോണോന്ന്. ബാലനാകെ ദേഷ്യം വരുവാണ്. ദേവി പറഞ്ഞിട്ട് ഹണിമൂണിനെ പോണോന്ന്, അവൾക്കൊരു ആഗ്രഹം ഉണ്ട് അച്ഛാ, അവളുടെ ആഗ്രഹം ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വലിയൊരു പ്രശ്നം നടന്നിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹണിമൂണ്, കേറി പൊയ്ക്കകത്ത് എന്ന് പറയാണ്. അങ്ങനെ ബാലനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പൊ ദേവിക്ക് മനസ്സിലായി തന്നോടും ചെറിയൊരു ദേഷ്യം ബാലനുണ്ടെന്ന്. ദേവി ബാലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ബാലച്ച എന്നോട് ദേഷ്യമുണ്ടോ? മോളോട് ദേഷ്യം എന്തിന്? അല്ല ഞാൻ കൂടി കാരണമാണല്ലോ ആ പേപ്പർ. മോളെ ഇനി ആ പേപ്പറിന്റെ കാര്യം ഒന്ന് പറയല്ലേ, അല്ലെങ്കിൽ തന്നെ തലക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ്, ഇനി നീയും കൂടി പറഞ്ഞ എന്നെ ടെൻഷൻ ആക്കല്ലേ, ഞാൻ മീനാക്ഷിനെ കാത്തിരിക്കുകയാണ്. അയ്യോ, നമ്മുടെ മീനാക്ഷിക്ക് എന്ത് പറ്റി, എന്തിനും അബദ്ധം കാണിച്ചോ? ഓ, ഒന്ന് വായ അടച്ചിരിക്കുക, ആകെ ടെൻഷൻ ആയിട്ടിരിക്കണം, അവള് വരാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീനാക്ഷി വരുവാട്ടോ. മീനാക്ഷിനെ കാണുമ്പോൾ തന്നെ ബാലൻ വേഗം മുറ്റത്തേക്ക് ഓടിപ്പോവാ. മോളെ മീനാക്ഷി എങ്ങനെയുണ്ട്, ഓഫീസിലെ കാര്യം എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ മോളെ വിളിച്ചിരുന്നു, മോളെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛനറിയാലോ ഓഫീസിലെത്തിക്കാൻ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. അല്ല മോള് ഓഫീസിലെ കാര്യം എന്തായി, അതറിയാൻ വേണ്ടി അച്ഛൻ ഇവിടെ കാത്തിരുന്നത്. നോക്ക, അച്ഛൻ കടയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല, അച്ഛന് ടെൻഷൻ കാരണം വന്നതാ. എനിക്ക് മനസ്സിലായ അച്ഛന് വല്ലാത്ത ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛാ, എന്റെ ജോലി പോയി. ജോലി പോയെന്നോ? ഒരു 6 മാസത്തേക്ക് വീട്ടിലിരിക്കാൻ പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ എന്റെ ജോലി വരെ പോകാൻ ചാൻസ് ഉണ്ട് പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ. 2 ദിവസം സമയമില്ല മോളെ, അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാം. എന്ത് ശരിയാക്കാനാണ് അച്ഛാ? 2 ദിവസത്തിൽ ആ പേപ്പർ എവിടെ നിന്ന് കിട്ടാനാണ് എനിക്കറിയില്ല, നമുക്ക് നോക്കാം മോളെ. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് എന്തിനും കാര്യമുണ്ടോ? ടെൻഷൻ അടിച്ചാലും ദിവസം പോകും, ടെൻഷൻ അടിച്ചില്ലെങ്കിൽ ദിവസം പോകും. അതുകൊണ്ട് 2 ദിവസം സമയമില്ല, അത് എന്നെ വലിയ കാര്യം. ആ സമയത്ത് നമുക്ക് മന്ത്രിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ പേപ്പർ ശരിയാക്കാം. അച്ഛൻ എന്തൊക്കെയാ പറയണ അച്ഛാ, അത് നടക്കാത്ത കാര്യമാണ്. നടക്കൂല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ മോളെ എന്ന് ബാലൻ പറയാട്ടോ.
അതേസമയം നമ്മുടെ മീനാക്ഷിയുടെ ഒരു ശത്രു ഉണ്ടല്ലോ ഓഫീസില്, പുള്ളിക്കാരാണെങ്കിൽ വേറെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കാണ്. മീനാക്ഷി ആ പേപ്പർ മനഃപൂർവ്വം മുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കാട്ടോ. അങ്ങനെ മീനാക്ഷിക്കെതിരെ ഈ അപവാദവും കൂടി വരുവാണ്. അതായത് ഓൾറെഡി സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയി. 2 ദിവസത്തിലെ പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മീനാക്ഷിനെ പുറത്താക്കും എന്നുള്ള രീതിയിലേക്കാണ്. അതിനിടക്കാണ് ഇയാൾ അപവാദമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപവാദമായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷിയുടെ ആ ഒരു ഇതിന്റെ പുറത്ത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരുവാണ്. പോലീസ് കേസ് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു അന്വേഷണം. ആ പേപ്പർ എവിടെ പോയി കാണും? ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മന്ത്രി ഒപ്പിട്ട പേപ്പറാണ്. അതിന് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട സാധനമല്ലല്ലോ. മാത്രമല്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിയമസഭയിൽ ഹാജരാക്കേണ്ട സാധനമാണ്, പേപ്പറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പോലീസ് ജസ്റ്റ് ഒരു അന്വേഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് വരും കേട്ടോ. മീനാക്ഷിയോട് ചോദിക്കണ്ടല്ലോ ആ പേപ്പർ എവിടെ വെച്ച് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഊഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മീനാക്ഷിയോട് ചോദിക്കണം നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് ആ പേപ്പർ കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ രാത്രിയൊക്കെ തന്നെ ആ പേപ്പർ നോക്കിയായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനും അതുപോലെ തന്നെ അതിന്റെ സബ്മിറ്റ് ചെയ്യാനും അതിൽ പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പൊ രാത്രിയൊക്കെ ഞാൻ അത് നോക്കിയായിരുന്നു എന്ന് പറയാണ്. അപ്പൊ പോലീസ് കണ്ടിട്ട് നിങ്ങൾ അത് എവിടെയാ വെച്ച് നോക്കുമ്പോ ഞാൻ മേശപ്പുറത്ത് ഫയലിന്റെ ഉള്ളിലാ വെച്ചത്. ഓക്കെ, ഫയൽ ഉണ്ട്, നിങ്ങൾ അത് അടച്ചു വെച്ചായിരുന്നോ? അത് ഞാൻ ഓർക്കുന്നില്ല സർ എന്ന് പറയണം. അപ്പൊ ഫയൽ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആ പേപ്പർ പറന്നു പോയിട്ടുണ്ടാവും. അതിനുശേഷം റൂമിൽ ആരൊക്കെ കയറിയെന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ റൂമിൽ അങ്ങനെ അധികം ആൾക്ക് അങ്ങനെ ആരും കയറി നടക്കാറുന്നില്ല, എന്റെ ഭർത്താവും ഞാനും തന്നെയാണ്. ഭർത്താവിന് ഇങ്ങോട്ട് വിളിക്കുന്നു പറയാണ്, ആകാശേട്ടാ അല്ല നിങ്ങൾ ഈ പേപ്പർ പോയ ദിവസം റൂമിൽ പോയിട്ട് ഫാൻ എന്തെങ്കിലും ഓൺ ആക്കിയായിരുന്നു? അതെ ഞാൻ ഓൺ ആക്കിയായിരുന്നു, രാവിലെ തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഫാൻ ഓൺ ആക്കിയിട്ട് ഞാൻ അല്ല ഡ്രസ്സ് എടുത്തിട്ടാ പോയത്, കണ്ടില്ലേ? അപ്പൊ ഫാൻ ഓൺ ആക്കിയ സമയത്ത് ആ പേപ്പർ പറന്നുപോയി. അപ്പൊ പേപ്പർ പറന്നുപോയി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ആ പേപ്പർ സാധാരണ പേപ്പർ ആണെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ വീട്ടിൽ ആരും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നല്ല സർ. എല്ലാം എന്ത് പേപ്പർ കഷ്ടാണെങ്കിൽ വായിച്ചു നോക്കിയിട്ടേ കളയാറുള്ളൂ. എന്റെ ഏടത്തിമാരൊക്കെ എന്റെ ഏടത്തി നല്ല പഠിപ്പും വിവരമുള്ളതാ. എന്റെ അനിയത്തി അങ്ങനെ തന്നെ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകാശും ആര്യനൊക്കെ ആണെങ്കിൽ കടയിലെ കാര്യങ്ങൾ, അച്ഛനൊക്കെ ആണെങ്കിൽ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരായിട്ട് ഒരു തുണ്ട് പേപ്പർ കഷ്ണം കിട്ടിയ പോലെ അവർ നോക്കുന്ന ആൾക്കാരാണ്. ഓക്കെ ആയിക്കോട്ടെ, നിങ്ങളെല്ലാരെയും വിളിച്ച് എന്ന് പറയണം. അങ്ങനെ ദേവിയെടുത്തും ബാലനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പേപ്പർ. അപ്പൊ അവർ ഇല്ല എന്നൊക്കെ പറയണം. പക്ഷെ ദേവിയുടെ ഒരു വെപ്രളം കാണുമ്പോഴേക്കും ദേവിനെ സംശയം തോന്നുകയാണ് നമ്മുടെ മീനാക്ഷി കേട്ടോ. ദേവിയെടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അറിയാവോ? ഇനി ദേവിയെടുത്ത് മനഃപൂർവ്വം മറക്കണതാണോ? ഇനി ദേവിയെടുത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ടിട്ടാണോ ദേവിയെടുത്തെയും അച്ഛനും മറ്റോ ആരെക്കാളും കൂടുതൽ തന്നെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ തന്നെ സന്തോഷിപ്പിക്കാനൊക്കെ നോക്കണത് എന്നൊരു സംശയം മീനാക്ഷിക്ക് വരികയാണ്. കാരണം മീനാക്ഷി കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവട്ടോ. എന്തായാലും 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ടല്ലോ. ആ 2 ദിവസം നമ്മുടെ ബാലൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. കാരണം ബാലന് അത്രമാത്രം ടെൻഷൻ ഉണ്ട്. ആരെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, തന്റെ മീനാക്ഷി മോളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അത് മാത്രമേ ബാലന് ഉദ്ദേശമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് അത് വല്ലാത്തൊരു വിഷമമായിരിക്കും. അവൾ എത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ്. ആ ജോലി കളയാതിരിക്കാൻ വേണ്ടി ബാലൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. പിന്നെ ഈ പേപ്പർ കീറിക്കളഞ്ഞതല്ല, വലിച്ചെറിഞ്ഞ് ചുരുട്ടി കളഞ്ഞത് നമ്മുടെ ദേവിയും അതിന്റെ കൂടെ ബാലനുണ്ടായിരുന്നുള്ള സത്യവും പുറത്തു വരുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ഒരു ഭാഗം ശരിക്കും തമിഴിലില്ല, പക്ഷെ ഇതുപോലത്തെ ഒരു ഭാഗമുണ്ട്. പേപ്പറും കാര്യങ്ങളും തന്നെ വീട്ടിലൊരു സാധനം മിസ് ചെയ്തിട്ടാണ്. അത് ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ റിവ്യൂ അടുത്തതായിട്ട് പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.